സിനിമയെക്കുറിച്ചുള്ള സിനിമകൾ സാധാരണയായി സിനിമാ ലോകത്തിന്റെ തിളക്കവും പ്രശസ്തിയും മാത്രം ആഘോഷിക്കാനാണ് ശ്രമിക്കാറുള്ളത്. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും നായകൻ ഒടുവിൽ എല്ലാ തടസ്സങ്ങളും നീക്കി വലിയ വിജയം നേടുന്ന ഒരു സ്വപ്നലോകമായാണ് പല ചിത്രങ്ങളും സിനിമയെ കാണിക്കാറുള്ളത്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളായ ഉദയനാണ് താരം, വർഷങ്ങൾക്കു ശേഷം തുടങ്ങിയ സിനിമകളെല്ലാം ഈ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചവയാണ്. എന്നാൽ താൻ ജീവിക്കുന്ന, ശ്വസിക്കുന്ന സിനിമയെന്ന മാധ്യമത്തിന് നേരെ കടുത്ത ഒരു ഹെയ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ അമർഷം തൊടുത്തുവിടുകയാണ് സംവിധായകൻ അഭിനവ് സുന്ദർ നായക്. നെസ്ലൻ നായകനായി എത്തിയ മോളിവുഡ് ടൈംസ് എന്ന ഡാർക്ക് കോമഡി ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. സിനിമ എന്ന ബിസിനസ് മേഖലയുടെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന കപടതകളെയും ക്രൂരതകളെയും യാതൊരു ദയയുമില്ലാതെ ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ മുന്നറിയിപ്പ്. സിനിമ കാണാത്തവർ ദയവായി ഈ വീഡിയോ ഇപ്പോൾ കാണരുത്. അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയെക്കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. അഭിനവ് സുന്ദർ നായകിന്റെ പ്ലാനിലുള്ള സക്സസ് ട്രിലോളജിയിലെ രണ്ടാമത്തെ അധ്യായമാണ് ഈ സിനിമ. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിൽ യാതൊരുവിധ ധാർമ്മിക മൂല്യങ്ങളുമില്ലാത്ത തികച്ചും സ്വാർത്ഥനായ ഒരു വ്യക്തി എങ്ങനെ വിജയിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ മോളിവുഡ് ടൈംസിലേക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായി നല്ലവനായ, കുട്ടിക്കാലത്ത് നിന്നും സിനിമാ മോഹങ്ങളുമായി എത്തുന്ന വിനീത് മാധവൻ എന്ന ചെറുപ്പക്കാരനിലാണ് കഥ കേന്ദ്രീകരിക്കുന്നത്. സിനിമയെന്ന വലിയ ലോകത്ത് ചൂടുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ മനുഷ്യന് തന്റെ ആദർശങ്ങളും ധാർമ്മികതയും എങ്ങനെ ഓരോന്നായി ഉപേക്ഷിക്കേണ്ടി വരുന്നുവെന്നും കാലക്രമേണ അയാൾ എത്രത്തോളം കഠിനഹൃദയനായി മാറുന്നുവെന്നുമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. മുൻ സിനിമയിലേതുപോലെ തന്നെ നന്മ ചെയ്താൽ നന്മ തിരികെ ലഭിക്കുമെന്ന പരമ്പരാഗത ചിന്തയെ സംവിധായകൻ ഇവിടെയും പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. മനുഷ്യന്റെ കഴിവിനോടോ നന്മയോടോ ഈ പ്രപഞ്ചത്തിന് യാതൊരു താല്പര്യവുമില്ലെന്നും മറിച്ച് ബന്ധങ്ങളും ഭാഗ്യവും കുറുക്കുവഴികളുമാണ് വിജയത്തെ തീരുമാനിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് സിനിമ മുന്നോട്ട് വെക്കുന്നത്. നെസ്ലിന്റെ വിനീത് എന്ന കഥാപാത്രം താൻ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകളുടെ പേരുകളിൽ വരുത്തുന്ന മാറ്റം പോലും അവന്റെ ഉള്ളിലെ ഈ ഫിലോസഫിക്കൽ മാറ്റത്തെ വ്യക്തമാക്കുന്നുണ്ട്. സിനിമ എന്ന മാധ്യമത്തെയും അതിനു പിന്നിലെ വിജയത്തെയും ഒട്ടും റൊമാന്റിസൈസ് ചെയ്യാതെ തികച്ചും റിയലിസ്റ്റിക് ആയ രീതിയിലാണ് സംവിധായകൻ അവതരിപ്പിക്കുന്നത്. കേവലം സിനിമാ വ്യവസായത്തിന്റെ കഥ എന്നതിനപ്പുറം മനുഷ്യ ജീവിതത്തിന്റെ വിരോധാഭാസങ്ങളെയും വിജയത്തിന്റെ പൊള്ളത്തരങ്ങളെയും ഈ സിനിമ ഫിലോസഫിക്കലായി സമീപിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മളിൽ അധിക പേരും വിശ്വസിച്ചു പോരുന്ന കർമ്മ തിയറിയുടെ നിരാകരണമാണ്. കർമ്മ എന്നത് ശുദ്ധ നുണയാണെന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് തിരികെ ലഭിക്കുമെന്ന വിശ്വാസങ്ങളെയും ആധുനിക കാലത്തെ മാനിഫെസ്റ്റേഷൻ പോലുള്ള പോസിറ്റീവ് ചിന്തകളെയും സംവിധായകൻ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. വിജയം എന്നത് കേവലം കഴിവുകൊണ്ട് മാത്രം നേടിയെടുക്കുന്ന ഒന്നല്ല, മറിച്ച് ഭാഗ്യവും സ്വാധീനവും കുറുക്കുവഴികളും നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത ബാഹ്യ സാഹചര്യങ്ങളും ഒത്തുചേരുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു ലോട്ടറി മാത്രമാണെന്നും സിനിമ അടിവരയിടുന്നു. ഈ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് നായകനായ വിനീതിനെ ഒരു തികഞ്ഞ നിഹിലിസ്റ്റാക്കി, അഥവാ ജീവിതത്തിൽ ഒന്നിനും ഒരു അർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്നയാളാക്കി മാറ്റുന്നത്. പ്രതീക്ഷയും ധാർമ്മികതയും മനുഷ്യത്വത്തിലുള്ള വിശ്വാസവുമെല്ലാം ഓരോന്നായി നഷ്ടപ്പെടുന്ന നായകന്റെ യാത്രയാണ് സിനിമയിലുള്ളത്. സാധാരണയായി മനുഷ്യർക്ക് ആത്മവിശ്വാസം നൽകുന്ന സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിലെ നല്ല ചിന്തകളെല്ലാം വിനീതിന്റെ ജീവിതത്തിൽ തകർന്നടിയുന്നുണ്ട്. ഒരു കലാകാരന്റെ ഉള്ളിലെ അംഗീകാരത്തിനായുള്ള അമിതമായ ദാഹവും അത് അയാളുടെ സ്വഭാവത്തെ എങ്ങനെ ബാധിക്കുമെന്നും ചിത്രം മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുന്നുണ്ട്. എന്റെ ആദ്യ സിനിമ എക്കാലവും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടണം എന്ന വിനീതിന്റെ കടുത്ത വാശി അവന്റെ ഉള്ളിലെ സ്വാർത്ഥതയാണ് തുറന്നുകാട്ടുന്നത്. തന്റെ സൃഷ്ടിയിൽ മറ്റുള്ളവർ ഇടപെട്ട് അതിനെ നശിപ്പിക്കുന്നതിലും ഭേദം അത് ഇല്ലാതാക്കുന്നതാണ് നല്ലതെന്ന് കരുതി വിനീത് സ്വന്തം സിനിമയുടെ മാസ്റ്റർ ഫയൽ പോലും ഡിലീറ്റ് ചെയ്യാൻ മടിക്കുന്നില്ല. ഒരു കലാകാരന് തന്റെ കലയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്തതും എന്നാൽ സ്വാർത്ഥവുമായ അഹംബോധമാണ് ഈ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നത്. വിജയത്തിന് ധാർമ്മികതയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സ്ഥാപിക്കലാണ് അഭിനവ് സുന്ദർ നായകിന്റെ സിനിമകളുടെ പ്രധാന കാതൽ. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിൽ തിന്മയിലൂടെ വിജയം നേടുന്ന നായകനെയാണ് കണ്ടതെങ്കിൽ ഇവിടെ അടിസ്ഥാനപരമായി നല്ലവനായ ഒരു സിനിമാ മോഹിക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സ്വന്തം മൂല്യങ്ങൾ ഓരോന്നായി പണയപ്പെടുത്തേണ്ടി വരുന്നു. ചിത്രം ഒരു പൂർണ്ണമായ ആത്മകഥയല്ല എന്ന് സംവിധായകൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വിനീത് എന്ന കഥാപാത്രത്തിൽ അഭിനവ് സുന്ദർ നായകിന്റെ സ്വന്തം ജീവിതാനുഭവങ്ങൾ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമാണ്. കുട്ടിക്കാലത്ത് ഒരു ലോക്കൽ തിയേറ്ററിൽ വെച്ച് ദ മമ്മി എന്ന സിനിമ കണ്ട് DTSനോട് തോന്നിയ കൗതുകം, എം നൈറ്റ് ശ്യാമളൻ, രാം ഗോപാൽ വർമ്മ, വിനയൻ തുടങ്ങിയ സംവിധായകരോട് തോന്നിയ ആരാധന എന്നിവയെല്ലാം സംവിധായകന്റെ ജീവിതത്തിൽ നിന്ന് പകർത്തിയതാണ്. രാം ഗോപാൽ വർമ്മയുടെ കമ്പനി എന്ന സിനിമയിലെ എഡിറ്റിംഗ് ശൈലി കണ്ട് ആകൃഷ്ടനായി
തന്റെ 15-ാം വയസ്സിൽ ഒരു ഹാൻഡിക്യാമിൽ ഷോർട്ട് ഫിലിം പിടിച്ചതെല്ലാം അഭിനവിന്റെ ജീവിതം തന്നെയാണ്. 23-ാം വയസ്സിൽ ആദ്യ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിട്ടും വർഷങ്ങളോളം ഒരു എഡിറ്ററായി സിനിമാ ലോകത്ത് തുടരേണ്ടി വന്ന അഭിനവിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ വിനീതിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. നിർമ്മാതാക്കളോട് ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടിലിരുന്ന് സ്ക്രിപ്റ്റ് പറയുന്ന വിനീതിന്റെ രീതിയും സംവിധായകന്റേത് തന്നെയാണ്. സിനിമാ വ്യവസായത്തിന്റെ ഇരുണ്ട വശങ്ങളെയും ചൂഷണങ്ങളെയും ചിത്രം അങ്ങേയറ്റം ധീരമായി വിമർശിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കഥകൾ മോഷ്ടിച്ച് പ്രശസ്തനായ വൈക്കം ഡേവിഡ് എന്ന നോവലിസ്റ്റിന്റെയും വിനീതിന്റെ ആശയങ്ങൾ കോപ്പിയടിച്ച് സിനിമാ ലോകത്ത് നിലയുറപ്പിക്കുന്ന അർജുൻ ഹരിദാസ് എന്ന സംവിധായകന്റെയും കഥയിലൂടെ സിനിമാ ലോകത്തെ കോപ്പിയടിയെ ചിത്രം കൃത്യമായി തുറന്നുകാട്ടുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കാനും നികുതി വെട്ടിക്കാനും വേണ്ടി മാത്രം മനഃപൂർവ്വം ഫ്ലോപ്പ് സിനിമകൾ നിർമ്മിക്കുന്ന ചില നിർമ്മാതാക്കളുടെ മുഖം വിനീത് ശ്രീനിവാസന്റെ കഥാപാത്രത്തിലൂടെ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട് മലയാളത്തിൽ ഇത്രമാത്രം മോശം സിനിമകൾ ഇറങ്ങുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് മോളിവുഡ് ടൈംസ്. സാങ്കേതികപരമായും പ്രകടനങ്ങളുടെ കാര്യത്തിലും ചിത്രം മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. നടൻ നെസ്ലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചതും പക്വതയാർന്നതുമായ പ്രകടനങ്ങളിൽ ഒന്നായി തന്നെയാണ് വിനീത് മാധവൻ എന്ന കഥാപാത്രം വിലയിരുത്തപ്പെടുന്നത്. ഒരു നിഷ്കളങ്കനായ സിനിമാ പ്രേമിയിൽ നിന്നും കഠിനഹൃദയനായ ഒരു വ്യക്തിയിലേക്ക് മാറുന്ന കഥാപാത്രത്തെ തൻ്റെ സ്ഥിരം ഹ്യൂമർ ശൈലികളും സ്ലാങ്ങുകളും പൂർണ്ണമായും മാറ്റിവെച്ച് അദ്ദേഹം മനോഹരമാക്കി. ഷർഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, അപ്പുണ്ണി ശശി, ജഗദീഷ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് തുടങ്ങിയവരും തങ്ങളുടെ വേഷങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. സിനിമാ പ്രേമികൾക്കും നിരൂപകർക്കും ഇടയിൽ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചതെങ്കിലും ചില വിമർശനങ്ങളും ചിത്രം നേരിടുന്നുണ്ട്. 2 മണിക്കൂർ 48 മിനിറ്റുള്ള ചിത്രം കുറച്ച് ട്രിം ചെയ്തിരുന്നുവെങ്കിൽ അല്പം കൂടെ മികച്ച സിനിമയാകുമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ചുരുക്കത്തിൽ മോളിവുഡ് ടൈംസ് കേവലം ഒരു വിനോദ ചിത്രം മാത്രമല്ല, മറിച്ച് സിനിമയെ സ്വപ്നം കണ്ട് ഈ ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മുന്നറിയിപ്പ് നൽകുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടിയാണ്. ധാർമ്മികതക്കോ നന്മക്കോ ഉപരിയായി സ്വാധീനവും കുറുക്കുവഴികളും PR വർക്കുകളും ഉപയോഗിച്ച് ആളുകൾ വിജയിക്കുന്ന സിനിമാ വ്യവസായത്തിന്റെ അങ്ങേയറ്റം കൈപ്പേറിയ യാഥാർത്ഥ്യമാണ് അഭിനവ് സുന്ദർ നായിക് മോളിവുഡ് ടൈംസിലൂടെ വരച്ചു കാട്ടുന്നത്. എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപോലെ ദഹിക്കുന്ന ഒന്നായിരിക്കില്ലെങ്കിലും സിനിമയുടെ ഇരുണ്ട മുഖം അങ്ങേയറ്റം ധീരമായും യാഥാർത്ഥ്യബോധത്തോടെയും തുറന്നു കാട്ടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് മോളിവുഡ് ടൈംസിനെ കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.